ഹലോ ഫ്രണ്ട്സ്, ഹിന്ദു അനാലിസിസിലേക്ക് എവർക്കും സ്വാഗതം. നമ്മൾ ഇപ്പോൾ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് അനാലിസിസിൽ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ 15 മിനിറ്റ് ഹിന്ദു പത്രം നമ്മളൊന്ന് വിലയിരുത്തിയതിനു ശേഷം അബ്സല്യൂട്ടിന്റെ ഏതാണ്ട് 8ഓളം പത്രങ്ങളിൽ നിന്നും മാഗസിൻസിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹിന്ദുവിൽ ഇല്ലാത്ത പല വാർത്തകളും കൂടി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. UPSC പ്രിപ്പറേഷന് നിങ്ങൾക്കത് വളരെയധികം പ്രയോജനം ചെയ്യുകയും ചെയ്യും. ആദ്യത്തെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള ഒരു വാർത്ത, ജാർഖണ്ഡ് പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ അതിലുണ്ട്. ഓട്ടോറിക്ഷ ഒരു ജഡ്ജിയെ ഇടിച്ചു വീഴ്ത്തി. അത് പറയുന്നത് അത് മനഃപൂർവ്വമാണ്. കാരണം ഒരു കേസിൽ അദ്ദേഹം ജാമ്യം കൊടുത്തില്ല ക്രിമിനലുകൾക്ക്. അതിനുള്ള പകരം വീട്ടൽ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഓട്ടോയിൽ ഇടിച്ചു വീഴ്ത്തുകയും കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ഇത്തരം അതിക്രമങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗത്തും നടക്കുന്നു. മറ്റൊരു വാർത്ത, 27% OBC കോട്ടയും 10% എക്കണോമിക് വീക്കർ സെക്ഷൻസിന്റെ കോട്ടയും മെഡിക്കൽ സീറ്റ്സിൽ വന്നിരിക്കുന്നു. യൂണിയൻ ഹെൽത്ത് മിനിസ്ട്രി 27% റിസർവേഷൻ OBCസിന് കൊടുക്കുന്നു. ഒപ്പം മെഡിക്കൽ സീറ്റ്സിൽ 10% സീറ്റുകൾ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസിന് വേണ്ടി, ജനറൽ കാറ്റഗറിയിൽ തന്നെ മുന്നോക്കക്കാരിൽ തന്നെ പിന്നോക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. This decision, it is said, would benefit every year nearly 1,500 OBC students at the undergraduate level, MBBS level, and 2,500 students at the postgraduate level. എക്കണോമിക് വീക്കർ സെക്ഷനിൽ നിന്ന് ഏതാണ്ട് 550 വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. 1000ഓളം കുട്ടികൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ഓസ്ട്രേലിയ ഇന്ത്യക്ക് തരുന്ന ശില്പങ്ങളിൽ ഇന്ത്യയിൽ നിന്ന് മോഷണം പോയ ചോള ഐഡിൽസ് കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നാഷണൽ ഗാലറി ഓഫ് ഓസ്ട്രേലിയ ഒരു 14 ആർട്ട് ഫോംസ് ഇന്ത്യക്ക് തിരിച്ചു തരാൻ പോവുകയാണ്. ഇപ്പോൾ ആർട്ട് ഡീലർ സുഭാഷ് കപൂർ, അദ്ദേഹത്തിന്റെ ആന്റിക് ഷോപ്പ് ആർട്ട് ഓഫ് ദ പാസ്റ്റ്, ആ ഇതിലുള്ളതാണ്. ആർട്ട് ഡീലർ വില്യം വോൾഫിൽ നിന്ന് ലഭിച്ചതുണ്ട്. ബ്രോൺസ് സ്റ്റോൺ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇന്ത്യക്ക് തിരിച്ചു ലഭിക്കുകയും. അടുത്ത പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ പോകുന്നു. ലോക്കൽ പേജിലെ വാർത്തകൾ നമുക്ക് ആവശ്യമില്ല. നമ്മൾ ആ വാർത്തകൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ലോക്കൽ പേജാണ്, നമ്മൾ ഒഴിവാക്കുന്നു. നാഷണൽ ലെവലിൽ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡിമാൻഡ് ഫോർ ശിവൻകുട്ടി സോഫ്റ്റ്വെയർ റിജക്റ്റഡ്. UDF boycotts Kerala Assembly, accusing Pinarayi of disputing court's verdict on 2015 ruckus in house. നമ്മുടെ നിയമസഭയിലുണ്ടായ കയ്യാങ്കാളിയെ തുടർന്ന് ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ സ്വത്ത് വകകൾക്ക് നാശനഷ്ടം സംഭവിച്ചിരുന്നു. ഒപ്പം എക്സ് DGP RB ശ്രീകുമാർ, അദ്ദേഹം ISRO സ്പൈസ് കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്ത കൂടി നമ്മൾ കാണുകയാണ്. എഡിറ്റോറിയൽ പേജിൽ നമ്മൾ കാണുന്നത്, ആദ്യത്തെ എഡിറ്റോറിയൽ ഷെയർഡ് വാല്യൂസ് എന്നുള്ള എഡിറ്റോറിയലാണ്. ഇന്ത്യ ആൻഡ് the US have a lot in common, but it is the differences that need attention. നമുക്ക് ഇന്ത്യക്കും അമേരിക്കയ്ക്കും തമ്മിൽ പല സിമിലാരിറ്റീസ് ഉണ്ട്, കോമൺ ആയിട്ടുള്ള പല ഫാക്ടേഴ്സ് ഉണ്ട്. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ബ്ലിങ്കൺ, അദ്ദേഹം ഒരു ഡേ വിസിറ്റ് നടത്തി ഡൽഹിയിലേക്ക് ദിസ് വീക്ക്. was a heavy on discussions and understandably light on deliverables. The visit, the third of a senior US official of the Biden administration, was meant to prepare
the way for more substantive meeting in Washington later this year, including US-India 2+2 foreign and defense ministers meeting, Quad summit of its leaders, and bilateral meeting between Prime Minister Narendra Modi and US President Joseph Biden. ഈ മീറ്റിങ്ങുകളൊക്കെ നടക്കാൻ പോവുകയാണ്. പബ്ലിക് സ്റ്റേറ്റ്മെന്റ്സിൽ ബ്ലിങ്കനും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവർ പറഞ്ഞത് most of the conversations are focused on Quad cooperation in the Indo-Pacific. അപ്പോൾ ഈ എഡിറ്റോറിയൽ തന്നെ സൂചിപ്പിക്കുന്ന ക്വാഡ് എന്നുള്ള അസോസിയേഷനും അതിന്റെ ഇമ്പോർട്ടൻസ് ഇൻഡോ പസഫിക്കിലാണ്. ഇത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അബ്സല്യൂട്ടിന്റെ മെയിൻസിന്റെ ആൻസർ റൈറ്റിംഗിൽ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പക്ഷെ വരുന്ന വർഷത്തെ മെയിൻ പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കും. ക്വാഡ് കോഓപ്പറേഷൻ ഇൻ ദി ഇൻഡോ പസഫിക് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂയെ കുറിച്ച് അവര് ചർച്ച ചെയ്തു. സോ കൂടുതൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്താണ്, നമ്മുടെ ഡിഫറൻസസിനല്ല, മറിച്ച് നമ്മൾ തമ്മിലുള്ള ആ ഒരു സിമിലാരിറ്റീസിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് US വിഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിനെ തുടർന്ന് താലിബാൻ എത്താനുള്ള സകല കാര്യങ്ങളും കാണുന്നുണ്ട്. താലിബാൻ അധികാരത്തിലെത്തിയ നമുക്കറിയാം 2001 അവർ വിഖ്യാതമായ ബാഹ്യ സ്റ്റാച്യൂസ്, ബുദ്ധ സ്റ്റാച്യൂസ് എല്ലാം തകർത്ത് കളഞ്ഞു. ഇപ്പോൾ തന്നെ താലിബാൻ അവർക്ക് ഡോമിനൻസ് കിട്ടിയ മേഖലകളിൽ പുലിസ്റ്റർ പ്രൈസ് കിട്ടിയ ഇന്ത്യൻ ജേർണലിസ്റ്റിനെ വധിക്കുകയുണ്ട്. അപ്പം ധാരാളം ആരാധകരുള്ള ഒരു കൊമേഡിയനെയും അവർ വധിക്കുകയുണ്ടായി. അപ്പൊ ഇവരൊക്കെ ലോകത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം ഇതായിരിക്കും ഞങ്ങളുടെ ഭരണം എന്നുള്ളത് തന്നെയാണ്. താലിബാനെ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്നു, ചൈന സപ്പോർട്ട് ചെയ്യുന്നു. ചൈന ഒരു പടി കൂടി കടന്ന് താലിബാന്റെ ലീഡറിനെ ചൈനയിൽ ക്ഷണിച്ചു വരുത്തുകയും താലിബാന്റെ പൊളിറ്റിക്കൽ ഹെഡിനെ അവരുമായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ തന്നെ ചെയ്യുകയുണ്ടായി. അപ്പൊ ഇത്തരത്തിലുള്ള തീവ്ര നിലപാടുകളുള്ള ആളുകൾ അധികാരത്തിൽ വരുന്നത് പ്രത്യേകിച്ചും ജമ്മു ആൻഡ് കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. തീർച്ചയായിട്ടും ക്വാഡ് ഇപ്പോൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ കണക്ടിവിറ്റി അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഡെമോക്രാറ്റിക് ഫ്രീഡം പ്രധാനപ്പെട്ട കാര്യമാണ്. ഷെയർഡ് വാല്യൂസ് നമ്മൾ പല മേഖലകളിലും കൊണ്ടുവരുന്നുണ്ട്. റിലീജിയസ് ഫ്രീഡത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. അതുപോലെ ആന്റി കൺവേർഷൻ ലോസ് ഓഫ് ദ മോഡി ഗവൺമെന്റ്സ് അറ്റംപ്റ്റ് ടു റൈറ്റ് ഹിസ്റ്റോറിക്കൽ wrongs and the freedoms cannot be equated with the lack of governments. അമേരിക്ക അതാണ് പറയുന്നത്. ഈ ആന്റി കൺവേർഷൻ ലോസ് ഒക്കെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് എന്നുള്ള ഒരു വിമർശനവും കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചർച്ചയിൽ കടന്നു വന്നിട്ടുണ്ട്. മറ്റൊരു എഡിറ്റോറിയൽ വാക്സിനേറ്റിംഗ് ദ യങ് എന്നുള്ളതാണ്. ഇന്ത്യ മസ്റ്റ് കണ്ടിന്യൂ ടു പ്രയോറിറ്റൈസ് വാക്സിനേഷൻ ഓഫ് ദ അഡൽട്ട് പോപ്പുലേഷൻ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം as India's vaccination drive chugs along with the sporadic burst of frenetic inoculation, there are possibilities of administering vaccines to children soon, as early as next month. അടുത്ത മാസത്തോടു കൂടി കുട്ടികൾക്ക് പ്രത്യേകിച്ചും ടീനേജേഴ്സിന് വാക്സിൻ കൊടുത്തു തുടങ്ങും. At present, Indian vaccines may be eligible for administration to children. Zydus Cadila Psycho-V-D, a 3-dose plasmid DNA vaccine with a 66.6 efficacy in phase 3 trials has also been tested in adolescents. 3 ഡോസ് കൊടുക്കുന്ന ഒരു വാക്സിനും അഡോളസൻസിൽ കൗമാരക്കാരിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. Data for which has been submitted to the regulator. The company has also requested permission to test in children over 5. Covaxins. Bharat Biotech is also testing the vaccine in cohort of children below 12. Bharat Biotech in the Covaxinum 12 വയസ്സ് താഴെയുള്ള കുട്ടികളിലുള്ള ടെസ്റ്റും നടത്തുന്നുണ്ട്. Though none of these studies has been completed, the expectations are that these vaccines may be ready by September. ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല എങ്കിലും സ്റ്റഡീസ് നടക്കുകയാണ്, ട്രയൽസ് നടക്കുകയാണെങ്കിൽ സെപ്റ്റംബറോട് കൂടി വാക്സിൻസ് റെഡി ആകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോ എബോട്ടൽ ആൻഡ് മൊഡോണാസ്
two may be similarly approved in the US. Both companies are reportedly in discussion with the Indian government. So young children, അവരിലെ hospitalization, okay, young children are at the least risk of hospitalization and death from COVID-19, but are capable of being infection carriers and putting older caregivers at risk. പൊതുവെ ചെറിയ കുട്ടികളിലെ ഹോസ്പിറ്റലൈസേഷന്റെയും കോവിഡ് പാൻഡമിക്കിന്റെയും റിസ്ക് അവരിൽ കുറവാണ്. പക്ഷെ അവര് അത് ക്യാരി ചെയ്താൽ വീട്ടിലുള്ള മുതിർന്ന ആളുകൾക്ക് അസുഖം വരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. അപ്പൊ ഒരു ഗ്ലോബൽ എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും വൈറസിനോടുള്ള പ്രതികരണം കുട്ടികളുടെയും മുതിർന്നവരുടെയും വ്യത്യസ്തമായ രീതിയിലാണ്. എന്താണെങ്കിലും അഡൽട്ട് വാക്സിനൈസേഷൻ നമ്മൾ ഹൈ റേറ്റ് പറയുന്നു. ഓൾമോസ്റ്റ് 10% ആണ് അഡൽട്ട് ഫുള്ളി വാക്സിനേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളുടെ ഇനിയുള്ള ഒരു കുട്ടികളിലേക്ക് കൂടി വാക്സിൻ എത്തിക്കുക എന്നുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അത് ഗവൺമെന്റ് നേരിടണം എന്നുള്ളതാണ്. The Taliban have captured the rural areas, but the Afghan army is pushing back. ഒരു നല്ല ഓപ്പൺ എഡിറ്റോറിയലാണ് ജയന്ത് പ്രസാദിന്റെ. അദ്ദേഹം ഫോർമർ ഇന്ത്യൻ സിവിൽ സർവന്റ് ആണ്. ഇന്ത്യയുടെ കാബൂൾ എൻവോയി ആയിരുന്നു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. പറ്റുവാണെങ്കിൽ വായിക്കുക. അബ്സല്യൂട്ടിന്റെ മാഗസിൻ വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ്. അതിൽ ഇത്തവണത്തെ ഒരു ആർട്ടിക്കിള് ഈ അഫ്ഗാനിസ്ഥാൻ ഇഷ്യൂ ആണ്. നിങ്ങൾക്ക് വായിക്കാം. ജഡ്ജിയുടെ മരണം, അതില് ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ജാർഖണ്ഡ് ഹൈക്കോടതി അതിലെ കേസ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം പലപ്പോഴും രാഷ്ട്രീയ നേതൃത്വം ഒക്കെ ഇടപെടുന്ന ഇത്തരത്തിലുള്ള കേസുകളുണ്ട്. ഉത്തം ആനന്ദ് അത്തരം കേസുകളിലൊക്കെ പ്രതികൾക്ക് ശക്തമായ ശിക്ഷ കിട്ടേണ്ടതുണ്ട്. സെഷൻസ് ജഡ്ജ് യുദ്ധമാനന്ദ്, അദ്ദേഹമാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്, മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. Convergence in US-India positions on Afghanistan. New Delhi won't accept outcome decided by force. Jaishankar, External Affairs Minister S. Jaishankar, അദ്ദേഹം രാജ്യസഭയോട് പറഞ്ഞു, India would not accept any outcome in Afghanistan that was decided by force. ഇപ്പൊ താലിബാൻ അവിടെ ഫോഴ്സ് വെച്ച് അധികാരം പിടിച്ചെടുക്കാനാണ് ശ്രമിക്കുന്നത്. റൂറൽ ഏരിയാസ് പലപ്പോഴും അവരുടെ കൺട്രോളിൽ എത്തുകയും ചെയ്തു. ലോക്സഭ പാസസ് 2 bills വിതൗട്ട് ഡിബേറ്റ്. 2 പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്നു. ഒന്നെന്താണ് എയർപോർട്ട്സ് എക്കണോമിക് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അമെൻമെന്റ് ബിൽ, ഇൻലാൻഡ് വെസൽസ് ബിൽ. ഇത് രണ്ടും പാസ്സാക്കിയിരുന്നു. nasal vaccine data likely in 2 months. അത്തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങൾ 2 മാസത്തിനുള്ളിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കേരളത്തിൽ കേസസ് വർദ്ധിക്കുന്നു. As cases surge, central team to visit Kerala. Union Health Ministry Thursday decided to depute a high-level multidisciplinary team to Kerala to collaborate with the health authorities there in instituting effective public health measures. കേരളത്തിലെ ആക്റ്റീവ് കേസസ് 1.54 ലക്ഷമുണ്ട്. അതായത് ഇന്ത്യയിലുള്ള മുഴുവൻ കേസസിന്റെ പകുതിയുടെ ഏതാണ്ട് അടുത്ത് 37.1% കേരളത്തിലാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 12.93%. എഞ്ചിനീയറിംഗ് കോഴ്സസ് 11 ഭാഷകളിൽ വന്നിരിക്കും. വളരെ നല്ലൊരു നീക്കമാണ്. പക്ഷെ ഇപ്പോഴും
സിവിൽ സർവീസ് പോലെയുള്ള പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് റീജിയണൽ ലാംഗ്വേജിൽ ലഭ്യമല്ല. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ കൂടി കടന്നു വരേണ്ടതുണ്ട്. എഞ്ചിനീയറിംഗ് മാതൃഭാഷയിൽ പഠിക്കാൻ സാധിക്കും. പക്ഷെ ഈ നീക്കത്തോട് കേരളം മുഖം തിരിച്ചാണ് നിന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ ഒരു സംഗതി ലഭ്യമാവുകയില്ല. ഇതൊക്കെയാണ് ഹിന്ദുവിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ചൈന പറഞ്ഞിരിക്കുന്ന US അവരുടെ പല കാര്യങ്ങളിലും ഇടപെടുന്നു. അർമേനിയ ടു സീക്ക് റഷ്യൻ മിലിറ്ററി ഡിപ്ലോയ്മെന്റ്. അസർബൈജാനുമായിട്ടുള്ള ഇഷ്യൂസിൽ അവിടെ റഷ്യയുടെ ഒരു മിലിറ്ററി ഡിപ്ലോയ്മെന്റ് ബോർഡറിൽ അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. ഹിന്ദുവിൽ നിന്ന് നമുക്കുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ. അടുത്ത അമേരിക്ക സ്പോർട്സ് പേജ് ആണ്. നമുക്ക് കാര്യമായ വാർത്തകളില്ല. നമ്മൾ ഹിന്ദുവിന്റെ അനാലിസിസിലേക്ക് ഡീറ്റെയിൽ ഹിന്ദു അടക്കമുള്ള പത്രങ്ങളുടെ അനാലിസിസിലേക്ക് കിടക്കുന്നു. അബ്സല്യൂട്ടിന്റെ റിസർച്ച് ടീം ചെയ്യുന്ന അനാലിസിസിലേക്ക് കിടക്കുന്നു. ജൂലൈ 30 അബ്സല്യൂട്ട് ടീമിന്റെ അനാലിസിസ് ആണ് നമ്മളിപ്പോൾ കാണാൻ പോവുക. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും. ഫാക്ടറിംഗ് റെഗുലേഷൻ അമെൻമെന്റ് ബിൽ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു. എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ജൂലൈ 30 ഒരു വാർത്തയാണ്. ഈ ബില്ലിന്റെ പ്രത്യേകതകളിലേക്ക് നമുക്ക് പോകാം. ബിൽ വാസ് ഓൾറെഡി പാസ്ഡ് ബൈ ദി ലോക്സഭ റീസെന്റ് അണ്ടർ ദ ഫാക്ടറിംഗ് റെഗുലേഷൻ ആക്ട് 2011. ഫാക്ടറിംഗ് ബിസിനസ് ഇസ് എ ബിസിനസ് വേർ ആൻ എൻറ്റിറ്റി acquires the receivables of another entity. Receivables is the total amount that is owed or yet to be paid by the customers to the assigner for the use of any goods, services or facility. Factor can be a bank, registered non-banking financial company or any company registered under Companies Act. Deposit Insurance and Credit Guarantee Corporation Amendment Bill വരികയാണ്. DICGCC. എന്താണ് ഈ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, മുമ്പൊക്കെ നമ്മൾ ബാങ്കിൽ പൈസ നിക്ഷേപിച്ചാൽ നമുക്ക് മാക്സിമം ബാങ്ക് ഏതെങ്കിലും കാരണത്താൽ പൊളിഞ്ഞാൽ 1 ലക്ഷം രൂപയെ നഷ്ടപരിഹാരമായിട്ട് കിട്ടത്തുള്ളൂ. ഇപ്പൊ അത് 5 ലക്ഷം രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ റീസെന്റ് സംഭവിച്ച കാര്യം എന്ന് വെച്ചാല് പഞ്ചാബ് ആൻഡ് മഹാരാഷ്ട്ര കോഓപ്പറേറ്റീവ് ബാങ്ക്, യെസ് ബാങ്ക്, ലക്ഷ്മി വിലാസ് ബാങ്ക്, ഈ ബാങ്കുകളിലെല്ലാം തന്നെ ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഉണ്ട്. അപ്പൊ സംഭവിച്ച ഒരു കാര്യം, 90 ദിവസത്തിനുള്ളിൽ ഈ അക്കൗണ്ട് ഹോൾഡർക്ക് ഈ പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത്. ഏതെങ്കിലും കാരണത്താൽ ബാങ്ക് ബാക്ക്പരായി കഴിഞ്ഞു. എന്നാൽ പലപ്പോഴും ഇത് 6, 7, 8 വർഷം എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴത്തെ ബില്ലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് 90 ദിവസത്തിനുള്ളിൽ അത് പൈസ കസ്റ്റമേഴ്സിന് കൊടുക്കണം. വൺ നേഷൻ വൺ പോലീസ് ഇസ് എ റിഫോം ദാറ്റ് ഈസ് ലോങ് ഓവർഡ്യൂ. GS2 പൊളിറ്റി. നോക്കൂ, ഇതിപ്പോ സോഴ്സ് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. ഹിന്ദുവിൽ ഇല്ലാത്ത ഒരു വാർത്തയാണ്, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അപ്പൊ ഈ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഹിന്ദു വായിക്കാൻ പറയുമെങ്കിലും ഹിന്ദു മാത്രമല്ല, മറ്റു പത്രങ്ങളിലും ചിലപ്പോൾ ഹിന്ദുവിൽ ഇല്ലാത്ത പ്രധാനപ്പെട്ട വാർത്തകളും കാണാം. India is confronted with a situation where every state is legislating a different police act. These acts are being passed purportedly in compliance with the Supreme Court's directions on police reforms given on September 22nd, 2006.
അപ്പോൾ ഒരു പോലീസ് റിഫോംസിനെ കുറിച്ച് ഉള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻസ് ഉണ്ട്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് സോളി സൊറാബ്ജി, ഫോർമർ അറ്റോർണി ജനറൽ, അദ്ദേഹം ഒരു മോഡൽ പോലീസ് ആക്ടിനെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പോലീസ് ആക്ട് ലെജിസ്ലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന 1861 ബ്രിട്ടീഷ് പീരീഡിൽ. ഇപ്പോൾ പോലീസ് റിഫോം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ GSSയിലേക്ക് യൂസ് ചെയ്യും. അത് ഇപ്പോഴത്തൊക്കെ റെഗുലേഷൻസ് വരണം. അപ്പോൾ several states have, in the absence of any central guidance on or directive passed on their police acts, blatantly violating the Supreme Court's directions. However, Supreme Court has, for inexplicable reasons, not issued a contempt notice to any of the states for non-compliance of its directions on police reforms. Article 252 of the Constitution gives Parliament the power to legislate for 2 or more states by consent, and it lays down that such an act shall apply to the consenting states and to any other states by which it is adopted through a resolution passed on behalf of the House, or where there are 2 houses by each of the houses of the legislature of the states. The Police Actuമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ വരുമ്പോൾ അവിടെ കൂടുതൽ ചർച്ച ആവശ്യമാണ്. എന്താണെങ്കിലും ഒരു കോഓപ്പറേറ്റീവ് ഫെഡറലിസം, അതിൻ്റെ ഒരു സ്പിരിറ്റ് നിലനിർത്താൻ സ്റ്റേറ്റ്സും സെൻട്രലും ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിലേക്ക് പോകണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. The Constitution of 1950 was a byproduct of the legacy started by the Government of India Act of 1935. This was the longest act passed by the British government with the 321 sections and 10 schedules. മനസ്സിലാക്കി. ഈ ആക്ട് എന്തൊക്കെ ചെയ്തു? ഡയാർക്കി അത് അബോളിഷ് ചെയ്തു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. ഈ ആക്ടിനെ തുടർന്നാണ് 1935 പ്രധാനപ്പെട്ടത്. ഫെഡറൽ ലെജിസ്ലേച്ചർ വന്നു, പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നുള്ള വാർത്തയാണ്. എക്സസൈസ് ഇന്ദിര 20. നോക്കൂ, ഇത് ഹിന്ദുവിൽ കാണാത്തൊരു വാർത്തയാണ്. 12th edition of India-Russia joint military exercise Indira 2021 will be held at Russia. വോൾഗോഗ്രാഡിലാണ് നടക്കാൻ പോകുന്നത്. ഇന്ദിര 21 എന്നുള്ളത് ഇന്ത്യ റഷ്യ മിലിറ്ററി എക്സസൈസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കും. അപ്പം മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ ജോയിന്റ് മിലിറ്ററി എക്സസൈസസിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയ OC ഇൻഡെക്സ്, ബംഗ്ലാദേശ് സമൃദ്ധി 8, ചൈന ഹാൻഡ് ഇൻ ഹാൻഡ്, ഇന്തോനേഷ്യ ഇൻഡോ കോർപ്പറ്റ്, സമുദ്രശക്തി ഗരുഡശക്തി, ജപ്പാനുമായിട്ട് ധർമ്മഘാടി, കസാഖിസ്ഥാൻ കസിൻക് 2019, മാൽദീവ്സുമായിട്ട് ഇക്കുവേർ, മംഗോളിയ നൊമാഡിക് എലിഫന്റ്, മ്യാൻമാർ IMBX IMCOR, നേപ്പാൾ സൂര്യകിരൺ, ഒമാൻ അൽ നാഗ് ഈസ്റ്റേൺ ബ്രിഡ്ജ്, റഷ്യ ഇന്ദ്ര, സിംഗപ്പൂർ ബോൾഡ് കുരുക്ഷേത്ര സിംബെക്സ്, ശ്രീലങ്ക മിത്രശക്തി സ്ലീനെക്സ്, തായ്ലൻഡ് മൈത്രി, UK കൊങ്കൺ, USA ടൈഗർ ട്രൈംഫ് വജ്രപ്രഹാർ യുദ്ധാഭ്യാസ്, ഉസ്ബെക്കിസ്ഥാൻ ഡുസ്ലിക്, വിയറ്റ്നാം വിൻബാക്സ്. അടുത്ത പൊളിറ്റിയിൽ നിന്നുള്ളൊരു ടോപ്പിക്കാണ്. PIB ആണ് നമ്മുടെ സോഴ്സ്. ജുവനൈൽ ജസ്റ്റിസ്, കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അമെൻമെന്റ് ബിൽ 2020. ജുവനൈൽ ജസ്റ്റിസ് അമെൻമെന്റ് ബില്ല് വന്നിരിക്കുന്നു. നമുക്കറിയാം, ചിൽഡ്രൻ അവരുടെ ഒരു പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട ബിൽ stressed upon the necessity for entrusting district magistrate with the responsibility of care and protection of vulnerable children. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സിന് അതിൻ്റെ ഒരു ഉത്തരവാദിത്വം നൽകുകയാണ്. അഡോപ്ഷൻ ഓർഡേഴ്സ് അവരാണ് കൊടുക്കേണ്ടത്. ഡ്രഗ് അബ്യൂസിനും ട്രാഫിക്കിങ്ങിനും ഒക്കെ കുട്ടികൾ ഇടയാകുന്നു. എർത്ത് ഓവർഷൂട്ട് ഡേ
shifted back to July 29, says WWF. Environment-മായി ബന്ധപ്പെട്ടതാണ്. PIB ആണ് source. Two years ago, this is worryingly the same date that the world reached 2 years ago. This means that modest gains acquired from novel coronavirus disease, as far as humanity's ecological footprint is concerned, have been lost. About Earth Overshoot Day. Earth Overshoot Day is the day when humanity has exhausted nature's budget for the year. For the rest of the year, society operates in ecological overshoot by drawing down local resources, source stocks, and accumulating carbon dioxide in the atmosphere. Worldwide WWF Global Footprint Network ഇവരാണിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ജയ്പൂരിലെ ആമാഗർ ഫോർട്ട്, ഇത് ഡൗൺ ടു എർത്ത് എന്ന് പറയുന്ന മാഗസിനിൽ നിന്ന് അബ്സല്യൂട്ട് എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് കണ്ടന്റ് ആണ്. ജയ്പൂരിലെ ആമാഗർ ഫോർട്ട്, അവിടെ ട്രൈബൽ മീന കമ്മ്യൂണിറ്റിയും ലോക്കൽ ഹിന്ദു ഗ്രൂപ്പും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായി. മീന റൂളറാണ് അത് ഈ അമർഗ്രഹ് ഫോർട്ട് ബിൽഡ് ചെയ്ത് predating Rajput rule in Jaipur and has been their holy site for centuries. People from the community used to worship Ambamada and other deities in the fort. അപ്പൊ എന്ത് സംഭവിച്ചു? ജൂണിൽ അവിടുത്തെ ഐഡൽസ് വാൻഡലൈസ് ചെയ്യപ്പെട്ടു. ഒരു സാഫ്രോൺ ഫ്ലാഗ് ഫോർട്ടിൽ കെട്ടി. മീന കമ്മ്യൂണിറ്റി ഹിന്ദു ഗ്രൂപ്പ്സിനെ അക്യൂസ് ചെയ്തു. കാര്യം ട്രൈബൽ സിംബിൾസിനെ ഹിന്ദുത്വ ഫോൾഡിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അംബമാത, അംബിക ഭവാനി, അംബമാതയുടെ പേര് അംബിക ഭവാനി എന്ന് മാറ്റിയിട്ടു. മീന രാജസ്ഥാനിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിറ്റിയാണ്. ഈ ഫോർട്ടിന്റെ പ്രത്യേകത എന്താണ്? The fort was built by Meena Sardar from the Nadila Gotra. 1100 AD വരെ രാജസ്ഥാന്റെ ലാർജ് പാർട്സ് മീന കമ്മ്യൂണിറ്റി എന്നുള്ള സർദാർസ് ആണ് ഗവേൺ ചെയ്തത്. ഇപ്പോഴത്തെ അമർഗ്രഹ് ഫോർട്ട് വാസ് ഗിവൺ ഇൻ ദ 18th century by മഹാരാജ് സവായ് ജയ്സിംഗ് ടു. അദ്ദേഹമാണ് ജയ്പൂരിന്റെ ഫൗണ്ടറും കൂടി. അടുത്ത ഇന്ത്യൻ എക്സ്പ്രസിൽ നിന്നുള്ള ഒരു വാർത്ത. സച്ചാർ റിപ്പോർട്ട് ഇൻഫ്രിഞ്ചസ് ഓൺ ഹിന്ദുസ് റൈറ്റ്സ്. ഫോർമർ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ്, a petition filed in the Supreme Court has accused former PM Manmohan Singh of acting on a whim and setting up Justice Rajendra Sachar committee over 15 years ago. ഈ സച്ചാർ കമ്മിറ്റി എക്കണോമിക് സ്റ്റാറ്റസ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയാണ്. ഈ റെക്കമെൻഡേഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പെറ്റീഷനിൽ കുറച്ചുപേർ ആവശ്യപ്പെട്ടത്. ചൈന അക്യൂസസ് US of meddling in its affairs. ചൈന പറയുന്നു US അവരുടെ പല കാര്യങ്ങളിലും അനിയന്ത്രിതമായിട്ട് ഇടപെടുന്നു. നമ്മൾ മുമ്പേ ചർച്ചയിൽ കൊണ്ടുവന്നൊരു വിഷയമാണ്. Why could cloud burst become more frequent? എന്തുകൊണ്ടാണ് ക്ലൗഡ് ബേസ്റ്റ് വളരെ കോമൺ ആവുന്നത്? ജമ്മു ആൻഡ് കാശ്മീരിലും ലഡാക്കിലും ഉത്തരാഖണ്ഡിലും ഹിമാചലിലും ഒക്കെ വന്നു. അതൊരു ഷോർട്ട് ഡ്യൂറേഷൻ ഇന്റൻസ് റെയിൻഫോൾ ആണ്, ഒരു സ്മോൾ ഏരിയയിൽ സംഭവിക്കുന്നത്. ഒരു വെതർ ഫിനോമിനാണ്. അവിടെ പ്രസിപ്പിറ്റേഷൻ 100 മില്ലിമീറ്ററിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാവുന്നു. ഇതിന്റെ ഇമ്പാക്റ്റ് എന്താ? ഈ ക്ലൗഡ് ബേസ്റ്റ് അത് എസ്പെഷ്യലി കോമൺ ഇൻ മൗണ്ടേനിയസ് ഏരിയാസ്. ഈ പർവ്വതങ്ങളുള്ള സ്ഥലങ്ങളിലാണ് ക്ലൗഡ് ബേസ്റ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇതിന് കാരണം വാം എയർ കറന്റ്സ് ഓഫ് തണ്ടർസ്റ്റോം ടെൻഡ് ടു ഫോളോ ദ അപ്വാർഡ് സ്ലോപ്പ് ഓഫ് ദ മൗണ്ടൻ. അങ്ങോട്ടേക്ക് പോകും, അപ്വാർഡ് ഏരിയയിലേക്ക് പോകുന്നു. ഇതാണ് റീസൺ. ഇത് ഹെവി റെയിന് കാരണമാകുന്ന മൗണ്ടൻ സ്ലോപ്സിൽ ഫാളിംഗ് വാട്ടർ ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ വോലീസ് ആൻഡ് ഗലീസ്. ഇത് പലപ്പോഴും ഡിസ്ട്രക്റ്റീവ് ഫ്ലഡ്സിന്
കാരണമാകും. ഈ മൗണ്ടൻ ക്ലൗഡ് ബേസ്റ്റ്, അതിനുള്ള കാരണങ്ങൾ പലതാണ്. റെയിൻഫോള്, ക്ലൗഡ് വാട്ടർ കണ്ടന്റ്, ക്ലൗഡ് ഫ്രാക്ഷൻ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതിന് കാരണമായി വരുന്നു. അടുത്ത ഹിന്ദുവിലും ഇന്ത്യൻ എക്സ്പ്രസിലും ഉണ്ട് ഓൾ ഇന്ത്യ കോട്ട OBC ആൻഡ് EWS റിസർവേഷൻ. നമ്മൾ ചർച്ച ചെയ്താണ്, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ അവിടെ ഇത് ഡീറ്റെയിൽഡ് ആയിട്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സസ് 11 ലാംഗ്വേജസ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലുള്ള ഒരു ചേഞ്ച് ആണ്. മാതൃഭാഷയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നു. അത്ര മനോഹരമായ ആചാരമാണെന്ന്. മാത്രമല്ല ക്രെഡിറ്റ് ബാങ്ക് റോൾ ഔട്ട്, ഇത് 2 വർഷം പഠിച്ചുള്ളതിൽ ഡിപ്ലോമ അല്ലെ ആ രീതിയിലേക്ക് തരുന്ന ഒരു സ്കീമും കൂടി പാരലി ഡെവലപ്പ് ചെയ്യപ്പെടുകയാണ്. ഇന്നലെ ഞാനത് ചർച്ച ചെയ്തതാണ്, ഇന്ന് കൂടുതലായിട്ട് അതിലേക്ക് പോകുന്നു. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കി. ഓസ്ട്രേലിയ ഇന്ത്യക്ക് 14 ആർട്ട് വർക്കുകൾ തിരിച്ചു തരുന്നു, ചോള ഐഡിയൽസ് ഉൾപ്പെടെ. ഹിന്ദുവിൽ നമ്മൾ കണ്ട വാർത്തയാണ്. ആരൊക്കെയാണ് ചോള, റൂളർ, സ്കൾപ്ചർ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് മസ്റ്റായിട്ടും വായിച്ചിരിക്കും. യൂറോപ്യൻ യൂണിയൻസ് ന്യൂ ഗ്രീൻ ഹൗസ് എമിഷൻസ് ലോ, എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ലോ അവർ കൊണ്ടുവരുന്നു. ഇറ്റ് ഓപ്പൺസ് ന്യൂ മാർക്കറ്റ്സ് ഫോർ ഇന്ത്യൻ ഇൻഡസ്ട്രി, ഫോർ എക്സാമ്പിൾ ഫോർ ഇലക്ട്രിക് വെഹിക്കിൾസ്. This is a step for climate action since it turns to the European Union's announcement into law. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്ന് പറയുന്ന ഒരു പോളിസിയും കൂടി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു ടൺ കാർബൺ 50 യൂറോയ്ക്ക് സെല് ചെയ്യുന്ന ഒരു മാർക്കറ്റ് മെക്കാനിക്കൽ പ്രൈസ് സിസ്റ്റവും കൂടി അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയന്റെ കാർബൺ പ്രൈസ് ഇനിയും അപ്പ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഡൊമസ്റ്റിക് പ്രൊഡക്ട്സ് ആർ മേക്കിംഗ് മോർ എക്സ്പെൻസീവ് ഫ്രം കൺട്രീസ് ദാറ്റ് ഡു നോട്ട് ഹാവ് സച്ച് റൂൾസ്. യൂറോപ്യൻ യൂണിയൻ വളരെ ശക്തമായ നടപടിക്രമങ്ങളിലേക്ക് വരികയാണ്. ആ നടപടിക്രമത്തിൽ വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇവരെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതി എന്താണ് എന്ന് ചോദിച്ചാൽ, അവിടെ ഇത് ഇത്തരത്തിലുള്ള ഒരു കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ചസ് കൺട്രോൾ ചെയ്യപ്പെടുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട് എന്നുള്ളതാണ്. Ecological threats to Himalayas. Indian Express ആണ് വാർത്ത. The death of 9 tourists in a landslide in Kinnur district, Himachal Pradesh, is another point to the fragility of the ecology of Himalayan states. Himalayan ecology വലിയ erosion സംഭവിച്ചിരിക്കുകയാണ്, പ്രോബ്ലംസ് സംഭവിച്ചിരിക്കുകയാണ്. എക്കോളജി പ്രൊട്ടക്ട് ചെയ്യപ്പെടേണ്ടതുണ്ട്. ഹിന്ദു പത്രം ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഗതി തന്നെയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കും. ഹിന്ദുവിൽ നിന്നുള്ള മറ്റൊരു ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. ഇന്ത്യൻ ഹിമാലയൻ റീജിയൻ അത് എവിടെ മുതൽ 2400 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ നോട്ടൂടെ പാരലി ഒന്ന് വായിച്ചു.